ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 5. ദാവീദിൻ്റെ രാവിലത്തെ ഒരു പ്രാർത്ഥനയാണ് 5-ാം സങ്കീർത്തനം. ദൈവവുമായിട്ടുള്ളൊരു സംസർഗമാണ്. പ്രഭാതത്തിലെ ഒരു ധ്യാനമാണ്. ദുഷ്ടന്മാരുടെ വഴികളിൽ നടക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനായ വിശ്വാസി എങ്ങനെ നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സങ്കീർത്തനമാണ് 5-ാം സങ്കീർത്തനം. ഇവിടെ 4 പ്രധാന വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി ദാവീദിൻ്റെ പ്രാർത്ഥനയും അപേക്ഷയും ദൈവത്തോടെ. ദാവീദ് തൻ്റെ വാക്കുകളും ഹൃദയത്തിലെ വിങ്ങലുകളും ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുന്നു. ഓരോ ദിവസവും പ്രാർത്ഥനയിൽ തുടങ്ങണമെന്ന് അദ്ദേഹം നമ്മെ പ്രബോധിപ്പിക്കുന്നു. പ്രാർത്ഥന വെറും വാക്കുകളല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ആർത്തിയും കണ്ണുനീരുമാണ്. 2. ദുഷ്ടന്മാരുടെ സ്ഥിതി. ദൈവം അകൃത്യത്തിൽ ആനന്ദിക്കുന്നവനല്ല. ദുരഭിമാനികൾ അവൻ്റെ മുമ്പിൽ നിലനിൽക്കുകയില്ല. വഞ്ചകരെയും രക്തപാതകനെയും അവൻ ദോഷിക്കുന്നു. ഇതിലൂടെ ദുഷ്മാർഗത്തിൽ നടക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥാനം ഇല്ലെന്ന് വ്യക്തമാക്കുന്നു. മൂന്നാമതായി നീതിമാൻ്റെ സമീപനം. ദാവീദ് പറയുന്നു, നിൻ്റെ മഹനീയമായ കരുണയാൽ ഞാൻ നിൻ്റെ ആലയത്തിൽ പ്രവേശിക്കും. തൻ്റെ നീതി കൊണ്ടല്ല, ദൈവകരുണ കൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്തിച്ചേരുന്നത്, ദൈവത്തോട് നാം സംസർഗം നടത്തുന്നത്. ആയതിനാൽ ഒരു നീതിമാനായിരിക്കണം, ഒരു സത്യസന്ധനായിരിക്കണം, ഒരു വിശ്വാസിയായിരിക്കണം. അല്ലെങ്കിൽ ദൈവ സന്നിധിയിൽ വന്നു ചേരുവാൻ ബുദ്ധിമുട്ടാണ്. അടുത്തതായി നീതിമാൻ്റെ സന്തോഷവും സംരക്ഷണവും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സന്തോഷിക്കുകയും സദാ ആനന്ദഗീതം പാടുകയും ചെയ്യും. ദൈവം അവരെ തൻ്റെ അനുഗ്രഹത്താൽ കവച പോലെ ചുറ്റിക്കൊള്ളുന്നു. നീതിമാനെ ദൈവം അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇതിൽ നിന്നും പഠിക്കുവാനായിട്ടുള്ളത്, പ്രാർത്ഥനയിൽ ദിവസം തുടങ്ങണമെന്ന് ദാവീദ് നമ്മോട് പറയുന്നു. ആത്മീയ ജീവിതത്തിന് അത് ശക്തി നൽകുന്നു. ദൈവം ദുഷ്ടതയെ വെറുക്കുന്നു, എന്നാൽ കരുണ കൊണ്ട് നീതിമാനെ സ്വീകരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുകയും അവരെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും അവസാനം നയിക്കുകയും ചെയ്യും. ചുരുക്കമായി 5-ാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തെ പ്രഭാതത്തിൽ അന്വേഷിക്കുന്നവർക്ക് അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ സന്നിധിയിൽ പ്രവേശനമുണ്ടെന്നും ദുഷ്മാർഗത്തിൽ നടക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിലനിൽപ്പില്ലെന്നും ദൈവം നീതിമാന്മാരെ അനുഗ്രഹിച്ച് സംരക്ഷിക്കും എന്നുമാണ് ദാവീദ് 5-ാം സങ്കീർത്തനത്തിൽ കൂടി പ്രബോധിപ്പിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. 5-ാം സങ്കീർത്തനം. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല. അഹങ്കാരികൾ നിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുകയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു. ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു.
ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്നു. നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിൽ ഒട്ടും നേരില്ല. അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു. നാവുകൊണ്ട് അവർ മധുരവാക്കു പറയുന്നു. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.